ഒരു നല്ലൊരു ബിരിയാണി കിട്ടണമെങ്കിൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, അതിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ്. രണ്ട്, അത് ആരാണോ കുക്ക് ചെയ്യുന്നത് എന്നുള്ളത്. മൂന്നാമത്, അതിന് വേണ്ട രീതിയിൽ പാകം ചെയ്യുക. നാലാമത്, അത് വൃത്തിയിൽ സെർവ് ചെയ്യുക. ഇത്രയും ഘട്ടങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ മാത്രമാണ് നല്ലൊരു ബിരിയാണി നമുക്ക് കിട്ടുന്നത്. ഇത് ഈ ഒരു സെയിം പ്രിൻസിപ്പിളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പ്രോംപ്റ്റ് ഏത് ചാറ്റ് ബോട്ടിൽ കൊടുക്കുമ്പോഴും ഉണ്ടാവേണ്ടത്. കുറേ ആളുകൾക്ക് ഉണ്ടാകുന്ന പരാതിയാണ് ഏത് ചാറ്റ് ബോട്ടുകളിലും നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ട് കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ള കുറേ ആളുകൾ പരാതി പറയാറുണ്ട്. ഈ ഒരു പരാതിയുടെ പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിങ് ശരിയാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബിരിയാണി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അതേപോലെ തന്നെ നമ്മൾ ഒരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോഴും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത അതേ രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ടുള്ള പ്രോംപ്റ്റിങ്, എന്തെല്ലാം കാര്യങ്ങളാണ് പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. നിങ്ങളൊരു ഹോട്ടലിൽ ചെന്നിട്ട് ഒരു ബിരിയാണി ഇവിടെ വേണമെന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചിലപ്പോൾ ഒരു വെജിറ്റബിൾ ബിരിയാണി നിങ്ങൾക്ക് സെർവ് ചെയ്യാം. എന്നാൽ നിങ്ങൾ ആഗ്രഹിച്ചതോ ഒരു ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ വെയിറ്ററോട് ഒരു ബിരിയാണി വേണം എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ ആ വെയിറ്ററാണ് അദ്ദേഹത്തിൻ്റെ ഗസ്സിങ്ങിൽ ചിലപ്പോൾ വെജിറ്റബിൾ ആയിരിക്കും നിങ്ങൾ ചോദിച്ചത് എന്ന് കരുതി വെജിറ്റബിൾ സെർവ് ചെയ്യാം. പക്ഷേ ഈ ഒരു സമയത്ത് ഈ ഒരു വെയിറ്ററോട് കൃത്യമായിട്ട് നിങ്ങൾ എനിക്കൊരു ചിക്കൻ ബിരിയാണി വേണം, സ്പൈസ് ഇല്ല ചിക്കൻ ബിരിയാണി വേണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഒഴിവാക്കായിരുന്നു. അപ്പം നമ്മൾ ഏത് പ്രോംപ്റ്റ് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകമാണ് കൃത്യമായിട്ടുള്ള ടാസ്ക് അതിന് പറഞ്ഞു കൊടുക്കണം. അപ്പം നിങ്ങൾ ഏത് പ്രോംപ്റ്റ് കൊടുക്കുമ്പോഴും ആ ഒരു പ്രോംപ്റ്റ് വെച്ചിട്ട് ആ ഒരു ചാറ്റ് ബോട്ട് എന്ത് റോളാണ് അല്ലെങ്കിൽ എന്താണ് അത് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇപ്പം റൈറ്റ് എ ലെറ്റർ, ബ്രെയിൻ സ്റ്റോം ഐഡിയ, ഗീവ് മീ ന്യൂ ഐഡിയാസ്, അല്ലെങ്കിൽ ഗീവ് മീ സം ലൈക്ക് ന്യൂ റെലവൻറ്റ് തിങ്സ്, അപ്ഡേറ്റ് ന്യൂസ്. അപ്പം എന്ത് റോളാണ് അത് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇതൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അഡീഷണൽ എക്സാമ്പിൾ, ഒരു കോണ്ടെക്സ്റ്റ് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, എൻ്റെ ഗേൾ ഫ്രണ്ടിന് ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു. പക്ഷെ ഞാൻ ആ സമയത്ത് ഉറങ്ങിപ്പോയി അവളോട് എന്തെങ്കിലും വിഷ് ചെയ്യാൻ മറന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ രാവിലെ അവളുടെ മെസ്സേജ് കണ്ടു, ആംഗ്രി ആയിട്ടുള്ള 2-3 ഐക്കൺസ് ആണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു അപ്പോളജി ആയിട്ടുള്ള ഒരു ലെറ്റർ കൊടുക്കണം. അപ്പോൾ നോർമൽ കോണ്ടെക്സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും? ചാറ്റ് ബോട്ടിൽ പോയിട്ട് നേരെ പോയിട്ട് എന്ത് ചെയ്യും? റൈറ്റ് എ ലവ് ലെറ്റർ എന്ന് നമ്മൾ ചാറ്റ് ബോട്ടിനോട് പറയും. റൈറ്റ് എ ലവ് ലെറ്റർ എന്ന് പറഞ്ഞു. ആ റൈറ്റ് എ ലവ് ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒരു രീതിയിലുള്ള ലവ് ലെറ്റർ ഈ ഒരു ചാറ്റ് ബോട്ട് നമുക്ക് എഴുതി തരും. എന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ അതിന് കൃത്യമായിട്ട് എന്താണ് ടാസ്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇവിടെ ഒരു ടാസ്ക് ഞാൻ കൊടുക്കുകയാണ്. റൈറ്റ് ആൻ അപ്പോളജി ലെറ്റർ, ഒരു ക്ഷമ ചോദിച്ചുകൊണ്ടുള്ള ലെറ്റർ എഴുതി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എന്താണ് നമ്മൾ അതിന് കൊടുക്കുന്ന ടാസ്ക്? അപ്പോളജി, ക്ഷമാപണം നടത്തിയും കൊണ്ടുള്ള ലെറ്ററാണ്, അതാണ് അത് ചെയ്യേണ്ട ടാസ്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഇത് ഒരു റാൻഡം ആയിട്ടുള്ള ഒരു ലവ് ലെറ്റർ എഴുതി തന്നു. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുത്താണ് റൈറ്റ് എ ലവ് ലെറ്റർ എന്ന് എഴുതി, റൈറ്റ് ആൻ അപ്പോളജി ലെറ്റർ എന്ന് പറഞ്ഞാൽ ആ ലെറ്ററിൻ്റെ സ്റ്റൈല് മാറി. അപ്പോൾ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഘടകം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ടാസ്ക്, അത് എന്ത് ടാസ്ക് ആണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഏതുപോലെ നമ്മൾ എന്ത് ബിരിയാണിയാണ് വേണ്ടത്, വെജിറ്റബിൾ ആണോ ചിക്കൻ ബിരിയാണി ആണോ എന്ന് നമ്മൾ വെയിറ്ററോട് പറയുന്നത് പോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് ടാസ്ക് പറഞ്ഞു കൊടുക്കണം. പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ഘടകമാണ് പേഴ്സോണ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം, ബിരിയാണിയുടെ ഉദാഹരണമാണെങ്കിൽ ഹൂ ഈസ് ഗോയിങ് ടു കുക്ക്, ആരാണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ബിരിയാണി കുക്ക് ചെയ്ത് തരേണ്ടത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പലതരത്തിലുള്ള ഷെഫ്മാരുണ്ടാവും. ഒന്ന് പ്രൊഫഷണൽ കുക്കുകളുണ്ടാവും, ചിലത് നമ്മൾ ഹോം ടൈപ്പ് ഫുഡൊക്കെ വെക്കുന്നത് നമ്മുടെ അമ്മമാരെ പോലത്തെ കുക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. മറ്റേത് നമ്മൾ നോർമലി റോഡ് സൈഡിലൊക്കെ തട്ടുകടയിൽ ബിരിയാണി കുക്ക് ചെയ്യുന്ന ആളുണ്ടാവും. അപ്പോൾ ഓരോ ഷെഫ് വെക്കുന്ന ബിരിയാണിക്കും ഓരോ ടേസ്റ്റാണ്. അതേപോലെയാണ് നമ്മൾ ഒരു ചാറ്റ് ബോട്ടിന് പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ അത് എന്ത് റോളാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ ആ ഒരു ചാറ്റ് ബോട്ട് ഏത് ആളുടെ ക്യാരക്ടറാണ് ബിൽഡ് ചെയ്യേണ്ടത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു പേഴ്സോണ കൊടുക്കണം. അതായത് ആ ചാറ്റ് ബോട്ട് ഏത് രീതിയിലാണ് നമുക്ക് ആ ലവ് ലെറ്റർ എഴുതി തരേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ നിർദ്ദേശം കൊടുക്കുന്നത്. ആക്ട് ആസ് എ റൊമാൻറ്റിക് ലവർ, സ്ലൈറ്റ്ലി ഡ്രാമാറ്റിക് ബോയ് ഫ്രണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉള്ള ഒരാൾ എഴുതുന്ന ലവ് ലെറ്റർ രീതിയിലാണ് ഇത് ലവ് ലെറ്റർ എഴുതേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ കൊടുക്കുന്ന പേഴ്സോണ. അപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ഡിജിറ്റൽ മാർക്കറ്ററായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയ പ്രൊമോഷൻ അല്ലെങ്കിൽ നിങ്ങളെ സോഷ്യൽ മീഡിയയിലേക്ക് വേണ്ട ഒരു കോണ്ടെക്സ്റ്റ് വേണം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പേഴ്സോണ എന്താണ്? റൈറ്റ് എ SEO ബേസ്ഡ് കോണ്ടന്റ്
ആസ് ആൻ എക്സ്പേർട്ട് 10 years expertise in SEO content making. ഓക്കെ, ഇനി നിങ്ങളൊരു പോയട്രി മേക്ക് ചെയ്യാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്താ കൊടുക്കേണ്ടത്? റൈറ്റ് എ പോയം ആസ് എ ഓതർ ഇൻ എ സക്സസ്ഫുൾ പബ്ലിഷിംഗ് കമ്പനി. ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഓരോ സമയത്തും നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ആ ഒരു AI ഏത് ആളുടെ ക്യാരക്ടറുള്ള റോളാണ് നിർവഹിക്കേണ്ടത് എന്ന് പറയുന്നതാണ് പേഴ്സോണ. ഞാൻ എപ്പോഴും ഇപ്പം നമ്മൾ എന്തെങ്കിലും കോണ്ടന്റുകളൊക്കെ ജനറേറ്റ് ചെയ്യുമ്പോൾ പറയും റൈറ്റ് എ ലെറ്റർ അല്ലെങ്കിൽ റൈറ്റ് എ സ്ക്രിപ്റ്റ് ആസ് എ 10 years എക്സ്പീരിയൻസ്, ഒരു 10 വർഷം വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളെ പോലെ നീ എഴുതി തരണം എന്ന് പറഞ്ഞു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഹലൂസിനേഷൻസ് അല്ലെങ്കിൽ എറേഴ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കി കിട്ടും എന്നുള്ളതാണ് രണ്ടാമത്തെ ഘടകം. അപ്പോൾ നമ്മൾ ഏത് പ്രോംപ്റ്റ് കൊടുക്കുമ്പോഴും കൃത്യമായിട്ട് അത് ചെയ്യേണ്ട പേഴ്സൺ അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടർ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ആക്ട് ആസ് എ റൊമാൻറ്റിക് ലവർ സ്ലൈറ്റ്ലി ഡ്രാമാറ്റിക് ബോയ് ഫ്രണ്ട്, ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉള്ള ആൾ എഴുതുന്ന രീതിയിലുള്ള ലവ് ലെറ്റർ ആണ് എഴുതി തരേണ്ടത് എന്ന് പറഞ്ഞു. മൂന്നാമത് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് കോണ്ടെക്സ്റ്റ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബിരിയാണി വെക്കാൻ തീരുമാനിച്ചു, ഏത് തരം ബിരിയാണിയാണെന്ന് തീരുമാനിച്ചു, പിന്നെ ആരാണ് ആ ബിരിയാണി കുക്ക് ചെയ്യേണ്ടത്, ഒരു പ്രൊഫഷണൽ കുക്കറാണോ എന്നൊക്കെ തീരുമാനിച്ചു പേഴ്സൺ. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്ര ആളുകൾക്കാണ് ഈ ഒരു ബിരിയാണി വെക്കുന്നത്, ഒരു ഫംഗ്ഷന് വേണ്ട ബിരിയാണിയാണ് അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടേണ്ട ബിരിയാണിയാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവർ അതിൻ്റെ രീതിയിൽ എന്ത് ചെയ്യും, അറേഞ്ച് ചെയ്ത് തരും. അതേപോലെ തന്നെയാണ് നമ്മൾ പ്രോംപ്റ്റിലും നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സിറ്റുവേഷൻസ് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ഉദാഹരണമായിട്ട് ദ സിറ്റുവേഷൻ ഈസ് I fell asleep and missed her birthday. She is a മലയാളി ഗേൾ. അതായത് മലയാളി ആയിട്ടുള്ള എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ ഞാൻ രാത്രി മറന്നു, ഞാൻ ഉറങ്ങിപ്പോയി. അപ്പോൾ എന്താ വെച്ചാൽ കൃത്യമായിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കിട്ടി. അപ്പോൾ നമ്മൾ ഏത് പ്രോംപ്റ്റ് കൊടുക്കുമ്പോഴും എന്തിനാണ് ഈ ഒരു ചാറ്റ് ബോട്ട് നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനാണ്, അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിനാണ്, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ നിങ്ങൾ ഇമെയിൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഞാനൊരു കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യാണ്, അപ്പോൾ അതിന് ഇന്ന കാരണമാണ്. അപ്പോൾ നിങ്ങൾ എന്താണോ ആ ഒരു പ്രോംപ്റ്റ് കൊടുക്കാനുണ്ടായ സാഹചര്യം, ബാക്ക്ഗ്രൗണ്ട്, കോണ്ടെക്സ്റ്റ്, അത് കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതാണ് നമ്മൾ പ്രോംപ്റ്റ് മേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ ഘടകം. നാലാമത്തെ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫറൻസ്. നേരത്തെ ബിരിയാണിയുടെ ഉദാഹരണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരം ബിരിയാണിയാണ് ഇവർ വെക്കേണ്ടത് അല്ലെങ്കിൽ കുക്ക് ചെയ്യേണ്ടത്? ഒന്നുകിൽ ഹൈദരാബാദ് ബിരിയാണി, തലശ്ശേരി ബിരിയാണി, മലബാർ ടൈപ്പ് ബിരിയാണി, അല്ലെങ്കിൽ അനേകം ബിരിയാണികളുടെ. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ബിരിയാണിയാണ് അവർ വെക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു കോണ്ടെക്സ്റ്റിൽ വെച്ചാൽ നമ്മളിവിടെ റെഫറൻസ് കൊടുക്കുകയാണ്. മേക്ക് എൻ ഇമോഷണൽ ലൈക്ക് എ ക്ലാസിക് മലയാളം മൂവീസ്. മലയാളം മൂവിയിലുള്ള ഒരു ക്ലാസിക്കൽ ഇമോഷണൽ രീതിയിലാണ് ഈ ഒരു ലവ് ലെറ്റർ, അപ്പോളജി ലവ് ലെറ്റർ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത് എന്ന് റെഫറൻസ് കൊടുക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങളൊരു വെബ്സൈറ്റിന് വേണ്ട കോണ്ടന്റ് നിർമ്മിക്കുകയാണ്. ഈ ഒരു ചാറ്റ് ബോട്ട് വെച്ചിട്ട്, ഒന്നുമില്ല ജെമിനി ആവാം, അല്ലെങ്കിൽ ChatGPT ആവാം, ഏത് ടൂൾ വെച്ച്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ വെബ്സൈറ്റ് കൊടുക്കാം. അതായത് ഈ ഒരു വെബ്സൈറ്റിൻ്റെ കോണ്ടന്റ് നിർമ്മിക്കേണ്ടത് എങ്ങനെയാണ്, ഈ കോമ്പറ്റീറ്റേഴ്സിൻ്റെ വെബ്സൈറ്റിൽ കൊടുത്ത കോണ്ടന്റിൻ്റെ അതേ ഒരു സ്റ്റൈലിലാണ്, രീതിയിലാണ് നമുക്ക് പറയാം. അപ്പോൾ കൃത്യമായിട്ടുള്ള റെഫറൻസ് കൊടുക്കുമ്പോൾ ആ ഒരു ചാറ്റ് ബോർഡിന് കൃത്യമായിട്ടുള്ള നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കും, അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ നാലാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റെഫറൻസ് കൊടുക്കുക എന്നുള്ളതാണ്. 1 ടാസ്ക്, 2 പേഴ്സോണ, 3 കോണ്ടെക്സ്റ്റ്, 4 റെഫറൻസ്. 5ാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫോർമാറ്റ് എന്നുള്ളത്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എങ്ങനെ ഇത് സെർവ് ചെയ്യണം. അതായത് നമ്മൾ ബിരിയാണി വെക്കാൻ പറഞ്ഞു, എത്ര ആളുകൾക്കാണ് ബിരിയാണി വെക്കേണ്ടതെന്ന് പറഞ്ഞു, പിന്നെ ഏത് ടൈപ്പ് ഓഫ് ബിരിയാണി വെക്കണം എന്ന് പറഞ്ഞു, പിന്നെ എങ്ങനെയാണ് ഈ ഒരു ബിരിയാണി സെർവ് ചെയ്യേണ്ടത് എന്നല്ലേ. ഒന്നുകിൽ ഇലയിലാണ് ബിരിയാണി വിളമ്പേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ പാക്ക് ചെയ്തിട്ട് അവരുടെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന രീതിയിലാണ്, എങ്ങനെയാണോ പാക്ക് ചെയ്തിട്ടാണോ, എങ്ങനെയാണ് ബിരിയാണി സെർവ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ പ്രോംപ്റ്റ് വയ്ക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഔട്ട്പുട്ട് കിട്ടേണ്ട ഫോർമാറ്റ്. ഇപ്പോൾ ഷോർട്ട് ആയിട്ടുള്ളതാണോ, പ്രിസൈസ് ആയിട്ടാണോ, ലോങ് വേണോ, ബുള്ളറ്റ് പോയിന്റ്സ് വേണോ, അങ്ങനെ കൃത്യമായിട്ടുള്ള എങ്ങനെയാണ് നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ട ഫോർമാറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ടോണ്, അത് നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ എങ്ങനെ വേണ്ട വെച്ചാൽ വാട്സപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഗേൾ ഫ്രണ്ടിന് ലെറ്റർ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ സെൻഡ് ഇറ്റ് ആസ് എ വാട്സപ്പ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, കൃത്യമായിട്ടുള്ള എങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞു. അപ്പം ഇനി ഞാൻ എന്ത് ചെയ്യുക, ഈ ഒരു പ്രോംപ്റ്റ് നേരെ കോപ്പി ചെയ്തിട്ട് ഞാൻ ഒരു പുതിയ ചാറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇതോട് കഴിഞ്ഞോ? ഇല്ല. 6ാമതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അതെന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു ഫുഡ് ബിരിയാണി കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, എല്ലാം കുക്കിങ് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടോ നോക്കും, ഉപ്പ് കൃത്യമായിട്ടുണ്ടോ, മസാലകൾ കൃത്യമായിട്ടായിട്ടുണ്ടോ എന്ന് നോക്കും. അതേപോലെ തന്നെയാണ് നമ്മൾ ഒരു പ്രോംപ്റ്റിലും ശ്രദ്ധിക്കേണ്ട കാര്യം.
ആ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് കിട്ടുന്ന റിസൾട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഒരിക്കലും നമ്മൾ എന്ത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ഈ ഒരു ചാറ്റ് ബോട്ടുകൾ തരുന്ന ഔട്ട്പുട്ട് നേരെ പേസ്റ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കരുത്. അത് കൃത്യമായിട്ട് ഇവാലുവേഷൻ നടത്തണം. ഉപ്പുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നതിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പ്രോംപ്റ്റ് കൊടുക്കണം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. ഒറ്റ പ്രോംപ്റ്റിൽ നമ്മൾ കരുതുന്ന രീതിയിലുള്ള റിസൾട്ട് കിട്ടണം എന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു പ്രോംപ്റ്റ് കൊടുത്തതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ സ്റ്റൈലൊന്ന് നോക്കാം. എൻ്റെ പൊന്നു, എന്നിട്ടൊരു ലവ് ഐക്കൺ, ഡോണ്ട് കിൽ മീ പ്ലീസ്, ഓർ ആക്ച്വലി മേ ബി യു ഷുഡ്, ബിക്കോസ് ഇത് നമ്മളൊരു കേരളത്തിലത്തെ ഒരാളുകൾ എഴുതുന്ന ഒരു സ്റ്റൈലാണ്. ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ദ ബിഗ്ഗസ്റ്റ് വില്ലൻ ഇൻ അവർ ലവ് സ്റ്റോറി റൈറ്റ് നൗ. I swear on everything. My plan perfect. I was starting to close. I was staring at the clock, counting down the second 12 because I wanted to be. It was good. നന്നായിട്ടുണ്ടായിരുന്നു. അതായത് കുറേയൊക്കെ നമ്മൾ എഴുതുന്ന രീതിയിലുള്ള പ്രോംപ്റ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു ലവ് ലെറ്റർ തന്നെ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. ഈ ഒരു ലവ് ലെറ്റർ ചിലപ്പോൾ അയച്ചു കൊടുത്താൽ അവരൊരിക്കലും കരുതൂല ഇതൊരു ചാറ്റ് ബോട്ട് ഒന്ന് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ടാണ് എന്നുള്ളത്. അപ്പോൾ ഇത്രയും എലമെൻറ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഏകദേശം നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തു നമുക്ക് കൃത്യമായിട്ട് ഔട്ട്പുട്ട് കിട്ടി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഓരോ സമയത്തും മാക്സിമം ന്യൂ ചാറ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളൊരു സോഷ്യൽ മീഡിയ കോണ്ടന്റ് ആണ് മേക്ക് ചെയ്തതെന്ന് വിചാരിക്കുക. നെക്സ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ കോണ്ടന്റുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ചാറ്റിൻ്റെ എൻഡിങ്ങിൽ വന്നിട്ട് ചോദിക്കുക. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടും. അപ്പോൾ എപ്പോഴും നിങ്ങളൊരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നല്ലൊരു ബിരിയാണി എപ്പോഴാവോച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൃത്യമായ അളവിൽ പാകം ചെയ്യുക. കൃത്യമായിട്ടുള്ള അളവിൽ അത് സെർവ് ചെയ്യുമ്പോഴാണ് ഒരു നല്ല ബിരിയാണി അല്ലെങ്കിൽ പരിപൂർണമായിട്ടുള്ള ബിരിയാണി ആയി ചേരുക. അതേപോലെ തന്നെയാണ് ഒരു പ്രോംപ്റ്റ് പരിപൂർണമാകുക. അതിന് കൃത്യമായിട്ടുള്ള ടാസ്ക്, പേഴ്സോണ, കോണ്ടെക്സ്റ്റ്, റെഫറൻസ്, ഫോർമാറ്റ്, ഏറ്റവും അവസാനമായിട്ട് അതൊന്ന് റിവൈസ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കൃത്യമായിട്ടുള്ള പ്രോംപ്റ്റ് കൊടുക്കുക. നല്ല പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല റിസൾട്ടും കിട്ടും. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ, കമൻറ്റുകൾ താഴെ കമൻറ്റിൽ പറയാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.